വെൽക്കം ബാക്ക് റോട്ടോ ടോക്ക്. അപ്പോൾ ഇന്നലെ സൂപ്പർ സൺഡേ ആയിരുന്നു. ഇന്നലെ രണ്ട് കളികൾ ഉണ്ടായിരുന്നു. രണ്ട് കളികളിൽ 3 ടീമുകൾ എന്തായാലും IPL പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മാച്ചായ രാജസ്ഥാൻ വേഴ്സസ് പഞ്ചാബ്, അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സഞ്ജു തിരിച്ചു വരികയാണ്. എന്തായാലും രാജസ്ഥാൻ പ്ലേ ഓഫിൽ കയറില്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷേ വിജയിച്ചിട്ട് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ പഞ്ചാബിനൊന്ന് പേടിപ്പെടുത്താം എന്ന് വിചാരിച്ചിറങ്ങിയ സഞ്ജുവിനും നിരാശാജനകമായിരുന്നു അല്ലേ. ഇത് നല്ല കളിയായിരുന്നു അല്ലേ, നമ്മൾ ഒപ്പെത്തിയവര്. എന്നാലും അവരൊപ്പെത്തുന്നുള്ളൂ. അപ്പൊ ഇന്നലത്തെ കളി കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ് പോലെയാണ്. രാജസ്ഥാന്റെ ഈ ഒരു എൻറ്റയർ സീസൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഇന്നലെ പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. കാരണം ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ തോൽവികൾ, ചേസിങ്ങിൽ ഏറ്റവും കൂടുതൽ തോൽവികൾ സ്വന്തമാക്കുന്ന ടീം എന്ന് പറയുന്നത് പുതിയ റെക്കോർഡ് ഇന്നലെ രാജസ്ഥാന്റെ പേരിലായിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഏറ്റവും ബ്ലെയിം ചെയ്യേണ്ടത് അവരുടെ മിഡിൽ ഓർഡർ ഫിനിഷേഴ്സിനെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ സഞ്ജു സാംസൺ തിരിച്ചു വന്നിരുന്നു. അപ്പോൾ പക്ഷെ കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. മത്സരത്തിലോട്ട് വരികയാണെങ്കിൽ ആദ്യം പഞ്ചാബിന്റെ ബാറ്റിംഗ് ആയിരുന്നു. നമുക്കറിയാം പഞ്ചാബിന്റെ ആ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ്, ആ ഒരു ലൈനപ്പിൽ ചെറിയൊരു പ്രശ്നം എന്നല്ല വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി മാക്സ്വെൽ ഇല്ല, സ്റ്റോയിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും സ്ക്വാഡിൽ തിരിച്ചെത്തിയിട്ടില്ല. പകരം മൈക്കിൾ ഓവൻ എന്ന് പറയുന്ന പുതിയൊരു താരത്തിനാണ് നല്ല അവസരം കിട്ടിയത്. അപ്പോൾ മാക്സ്വെല്ലിന് പകരമാണ് മൈക്കിൾ ഓവൻ ടീമിലേക്ക് എത്തിച്ചത്. പക്ഷേ മാക്സ്വെൽ എന്താണ് ചെയ്തിരുന്നത് അതേ തന്നെയാണ് മൈക്കിൾ ഓവൻ എന്താണ് ചെയ്തത്. അദ്ദേഹം റൺസ് ഒന്നും എടുക്കാതെ പുറത്താവുന്ന ഒരു സാഹചര്യം. അപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രിയാൻഷു ആര്യ അതുപോലെ തന്നെ പ്രഭ് സിമ്രാന്, തുഷാർ ദേശ്പാണ്ഡെ പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പിന്നെ 30-3 എന്ന നിലയിലേക്ക് പഞ്ചാബ് ഒരു ഘട്ടത്തിലൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം പഞ്ചാബിന്റെ ബാറ്റിംഗ് ഡെപ്ത്, അത് നമ്മൾ പലകുറി പറഞ്ഞു, അത്രയും വലിയൊരു ബാറ്റിംഗ് ഡെപ്ത് ഉള്ള ടീമാണ്. ഇന്നലെ സാഹചര്യത്തിനനുസരിച്ച് നെഹൽ വധേര എന്ന് പറയുന്ന അവരുടെ ഒരു യങ് ബാറ്റർ, അദ്ദേഹത്തിന് ഇന്നത്തെ പെർഫോമൻസ്, ആദ്യത്തെ കുറച്ച് കളികളിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. പക്ഷെ അവസരം കിട്ടി തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എടുത്ത് തന്നെ പറഞ്ഞു. ഇന്നലെ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ അദ്ദേഹം ഹാൻഡിൽ ചെയ്ത രീതി, ശ്രേയസ് അയ്യരായിട്ടൊരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് പിന്നീട് ബിൽഡ് ആവുകയാണ്. അത് നോക്കി കഴിഞ്ഞാൽ സ്കോർ റേറ്റ് ഒരു 8 to 10 ഇടയിൽ എപ്പോഴും ഒരു സ്കോർ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി. 6 ഓവറിൽ 60 റൺസും അതുപോലെ 10 ഓവറിൽ 100 റൺസും കിടക്കുകയാണ്. ശ്രേയസ് അയ്യർ ഇന്നലെ അല്പം സ്ലോ ആയിട്ടാണ് ഇന്നലെ കളിച്ചത്. ഒരുപക്ഷെ തന്റെ വിക്കറ്റ് പോയ കുറച്ചുകൂടി സമ്മർദ്ദം ടീമിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. 100 റൺസ് ടീം 100 റൺസ് കടന്നു. റിയാൻ പരാഗിന്റെ ആ ഒരു ബോളിംഗ് ചേഞ്ച് അദ്ദേഹം ശ്രേയസ് അയ്യരെ പുറത്താക്കുകയാണ്. പിന്നീട് ശശാങ്ക് സിംഗ് എത്തുന്നു. ആ സ്കോർ റേറ്റ് കുറയാതെ, ആ ഒരു 10 താഴെയുള്ളത് കുറയാതെ 15 ഓവറിൽ 150, 16 ഓവറിൽ 160 കിടക്കുകയാണ്. നെഹൽ വധേരയുടെ ഇന്നത്തെ ഇന്നിങ്സ് എടുത്താണ് പറഞ്ഞാൽ വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള, വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു അത്. ഒരുപാട് ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ ഉള്ള കൃത്യമായ സ്ട്രൈക്ക് റൊട്ടേഷൻ കാര്യങ്ങൾ. അപ്പം ഇന്നലെ വന്ന ആ രണ്ട് പാർട്ട്ണർഷിപ്പ്, ശശാങ്ക് സിംഗായിട്ടും അതുപോലെ ശ്രേയസ് അയ്യരായിട്ടും വന്ന ആ ഒരു പാർട്ട്ണർഷിപ്പ് ടീമിന്റെ ഒരു നട്ടല് തന്നെയായിരുന്നു. ആ ഒരു വലിയ സ്കോറിലോട്ട് എത്താനുള്ളൊരു ബേസ് തന്നെയായിരുന്നു ആ രണ്ട് പാർട്ട്ണർഷിപ്പ്. പിന്നീട് നെഹൽ വധേര പുറത്താവുന്നു. അതിനുശേഷം ശശാങ്ക് സിംഗ് ആ ഒരു ഗിയർ ചേഞ്ച് ചെയ്യണം. ആ ഒരു ലാസ്റ്റത്തെ ഒരു 4 ഓവറിൽ അദ്ദേഹം വളരെ ഈസി ആയിട്ട് ബൗണ്ടറീസ് കണ്ടെത്തുന്നു. അദ്ദേഹം നല്ലൊരു ആഡിറ്ററാണ്. ഒപ്പം അമൃത്സായും കൂടി അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ആകുമ്പോൾ 219 എന്ന് പറയുന്ന പീക്ക് സ്കോറിലേക്ക് മറ്റേ പഞ്ചാബിന്റെ ആ ഒരു എത്തുകയാണ്, ടോട്ടൽ എത്തുകയാണ്. ഒരു ഘട്ടത്തിൽ 32-3 നിലയിൽ നിന്നാണ് പിന്നീട് ആ ഒരു പീക്ക് സ്കോറിലോട്ട്, ആ ഒരു കിടിലൻ സ്കോറിലോട്ട് പഞ്ചാബ് എത്തുന്നത്. അപ്പൊ അവരുടെ ഒരു ബാറ്റിംഗ് ഡെപ്തിൽ ഇന്നലെ അവരുടെ ആ ഒരു മിഡിൽ ഓർഡർ, ലോവർ ഓർഡറിൽ ഇന്നലെ കാണിക്കാനുള്ള ഒരു അവസരമായിരുന്നു. അപ്പൊ അത് അവര് നല്ല രീതിക്ക് തന്നെ ഷോ ചെയ്തു. ഒരു കിടിലൻ ടോട്ടൽ തന്നെയാണ് ഇന്നലെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അത് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള മാത്രമാണ്, ആ ഒരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു ജോലിയാണ് ഇന്നലെ ബോളേഴ്സിനുണ്ടായിരുന്നത്. 4-3 എന്ന ഒരു വിഷമകരമായ ഒരു സന്ദർഭത്തിൽ നിന്നാണ് 219-5 എന്നുള്ള ആ ഒരു ടോട്ടലിലോട്ട് ടീം എത്തിയത്. എന്തായാലും ആ ഒരു ബാറ്റിംഗ് ഡെപ്ത് അതെന്താണെന്ന് ഇന്നലെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു കിടിലൻ പാർട്ട്ണർഷിപ്പുകളും കാര്യങ്ങളും. മറുപടി ബാറ്റിംഗ്, അതായത് രാജസ്ഥാന്റെ ബാറ്റിംഗ് നമുക്കറിയാം, ചേസിങ്ങിൽ ഇത്രത്തോളം മനോഹരമായിട്ട് മറ്റേ തോക്കുന്ന ഒരു ടീം ഈ സീസണിൽ അറിയില്ല. കാരണം ഒരു കിടിലൻ സ്റ്റാർട്ട് ഓപ്പണേഴ്സ് കൊടുക്കുന്നു, മിഡിൽ നിന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് വരുന്നു. മറ്റേ ഫിനിഷേഴ്സിനോട്ട് എത്തുമ്പോൾ അവിടെ കലവടച്ച് എല്ലാ കളിയും ഒരേ രീതിയിൽ തന്നെ പൊട്ടിക്കുന്ന കാഴ്ച നമുക്ക് കണ്ടിട്ടുണ്ട്. ഏകദേശം 7 മത്സരങ്ങളോളം ചേസിങ്ങിൽ തോറ്റൊരു ടീമാണ് രാജസ്ഥാൻ. ഇന്നത്തെ മത്സരം തന്നെ നോക്കിയാൽ മതി, 4 ഓവറിൽ 67 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് എത്തുന്നു, അല്ലെങ്കിൽ 6 ഓവറിൽ 90 എന്ന് പറയുന്ന സ്കോറിലോട്ട് എത്തുന്നു. ഓപ്പണിംഗ് വിക്കറ്റിൽ യശസ്വി ജയ്സ്വാൾ അതുപോലെ വൈഭവ് സൂര്യവംശി ഇന്നലെ 15 ബോളിൽ നിന്നാണ് 40-ലധികം റൺസ് അദ്ദേഹം സ്കോർ ചെയ്യുന്നത്, വൈഭവ് സൂര്യവംശി. അപ്പോൾ അത്രത്തോളം കിഡിലിന് സ്റ്റാർട്ട്. അർഷദീപിനെ പോലെ അത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ബോളറെ, T20 അത്രയും മികച്ച റെക്കോർഡ്സ് ഉള്ളൊരു ബോളറാണ് ഇന്നലെ തല്ലി വശം കെടുക്കുന്ന കാഴ്ച. അതുപോലെ ജാൻസൺ ആയാലും അമൃത്സായി ആണെങ്കിലും
നല്ല അത്രയും മികച്ച രീതിയിലാണ് അവർ ഓപ്പണേഴ്സ് നല്ല ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കിടിലൻ സ്റ്റാർട്ട്. പക്ഷെ ഒരു രാജസ്ഥാൻ ഫാൻ പോലും ഒരു വിജയം എക്സ്പെക്ട് ചെയ്ത് കാണില്ല. കാരണം ഈ ഒരു എൻ്റെ സീസണിൽ അവരുടെ തോൽവികളൊക്കെ ഒരേ ഫോർമാറ്റിലാണെന്നുള്ളതാണ്. നല്ലൊരു കിടിലൻ സ്റ്റാർട്ട് കിട്ടുന്നു, ഒരു ആവറേജ് മിഡിൽ ഓർഡറാണ് അവർ. ആ ഒരു ഓപ്പണേഴ്സ് കൊടുക്കുന്ന ആ ഒരു മൊമെൻറ്റും ഉണ്ട്, അത് കീപ്പ് ചെയ്യാൻ പറ്റാതെ കുറച്ചൊന്ന് താഴെ പോകുന്നു. ആ ഒരു ഫിനിഷ് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് കളിക്കേണ്ട സാഹചര്യത്തിൽ ഫിനിഷേഴ്സ് അത് കളഞ്ഞു കൊടുക്കുന്നൊരു കാഴ്ച. എന്നാലും അതിൻ്റെ മറ്റൊരു ആവർത്തനം, മറ്റൊരു തോൽവി, മറ്റൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടൊരു തോൽവി തന്നെയായിരുന്നു രാജസ്ഥാൻ. ഇന്നലെ വൈഭവ് സൂര്യവംശിയുടെയും അതുപോലെ യശസ്വി ജയ്സ്വാളിൻ്റെ ആ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അതെടുത്ത് തന്നെ പറയണം. ഇന്നലെ 15 ബോളിൽ നിന്ന് 40 റൺസാണ് സൂര്യവംശി സ്കോർ ചെയ്യുന്നത്. അതുപോലെ 25 ബോളിൽ നിന്ന് 50 അടിക്കുന്നുണ്ട് ജയ്സ്വാൾ. 6 ഓവറിൽ 93 എന്ന് പറയുന്നൊരു കൂറ്റൻ സ്കോറിലേക്ക് ആ ടീമിൻ്റെ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് കൊണ്ടെത്തിക്കുകയാണ്. പിന്നീട് അവിടുന്ന് 15 ഓവർ ആകുമ്പോൾ 154 എന്ന് പറയുന്ന സ്കോറാണ് രാജസ്ഥാൻ സ്കോർ ബോർഡിലുള്ളത്. അതായത് പിന്നീട് വന്നിട്ടുള്ള ആ ഒരു 9 ഓവറിൽ നിന്ന് വെറും 57 അല്ലെങ്കിൽ 61 റൺസ് മാത്രമാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു സ്കോർ റേറ്റ് നല്ല രീതിയിൽ കുറഞ്ഞത് കാണാം. കാരണം പിന്നീട് വന്ന സഞ്ജു സാംസൺ ആയിരുന്നു റിയാൻ പരാഗ് ആ സ്കോർ റേറ്റ് വല്ലാതെ കുറച്ചു. അവരുടെ ആ ഒരു കറണ്ട് റൺ റേറ്റ് വളരെ രീതിയിൽ കുറച്ച്. പിന്നീട് അവരുടെ ഫിനിഷേഴ്സിൻ്റെ കാര്യം അറിയാം. അപ്പോൾ ഇന്നലെ ജൂറല് പക്ഷേ വളരെ നന്നായി കളിച്ചു. അദ്ദേഹം ക്രീസിലുള്ളിടത്തോളം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവസാന 5 ഓവറുകളിൽ 50 റൺസിന് മുകളിലാണ് വേണ്ടിയിരുന്നത്. ഒരു ഘട്ടത്തിൽ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള ജോറലിൻ്റെ ആ ഒരു ഇന്നിങ്സ് കാരണം അവസാനം 5 ഓവറിൽ 50 റൺസിന് മുകളിൽ. പക്ഷേ ഹെറ്റ്മാർ എന്ന് പറയുന്ന അവർ ഈ സീസൺ നിലനിർത്തിയ അവരുടെ ഒരു ഫോറിൻ ഫിനിഷർ, അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഒരു പ്രകടനം, അദ്ദേഹം 12 ബോളിൽ നിന്ന് 11 റൺസ് മാത്രമാണ് എടുത്തത്. പിന്നീട് അത് കഴിഞ്ഞാൽ ഇറങ്ങാനുള്ളത് ശുഭം ദൂബെ എന്ന് പറയുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം ഇന്നലെ 5 ബോളിൽ നിന്ന് 5. അപ്പോൾ ആ ഒരു 2 ഇന്നിങ്സുകൾ കാരണം ഇന്നലെയും രാജസ്ഥാന് ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു വിന്ന് ജയനഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ഈ സീസണിൽ രാജസ്ഥാന് പഴിക്കാനുള്ളൂ. അത് അവരുടെ ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. എത്രയോ മത്സരങ്ങൾ വിജയിക്കാവുന്ന എത്രയോ മത്സരങ്ങൾ അവരുടെ ആ ഒരു പെർഫോമൻസ് കാരണം തോൽവി നേരിടേണ്ട അവസ്ഥ വന്നു. എനിവേ ഇന്നലെ ഹർപ്രീത് ബ്രാർ, എനിക്ക് വളരെ പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു സ്പിന്നറാണ് അദ്ദേഹം. ഈ സീസണിൽ അദ്ദേഹത്തിന് അധികം അവസരം കിട്ടിയില്ല, കാരണം യു സി ചഹൽ ഓൾറെഡി ടീമിലുണ്ട്. പക്ഷെ ഇന്നലെ യു സി ചഹലും അദ്ദേഹം ഒരുമിച്ച് കളിച്ചു. 4 ഓവറിന് വെറും 22 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് അദ്ദേഹം ഇന്നലെ 2 വിക്കറ്റ് നേടിയത്. അപ്പോൾ ഇന്നത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് അദ്ദേഹത്തെക്കാളും കൂടുതൽ അറിയിച്ചിരുന്ന അദ്ദേഹമാണ്. അത് അദ്ദേഹത്തിന് തന്നെ കിട്ടുകയും ചെയ്തു. അതുപോലെ യു സി ചഹൽ ഇന്നലെ മികച്ച ബോളിംഗ് ആയിരുന്നു. 4 ഓവറിൽ 30 റൺസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അർഷദീപ് ആദ്യത്തെ 2 ഓവർ നല്ല രീതിക്ക് അടി കിട്ടി അർഷദീപിന്. പക്ഷേ നമ്മളൊരിക്കലും ആ ഒരു സ്കോർ കാർഡ് നോക്കിയിട്ട് അർഷദീപിൻ്റെ പെർഫോമൻസ് ഇന്നലെ വിലയിരുത്താൻ പാടില്ല. അവസാനത്തെ 2 ഓവറുകൾ നല്ല രീതിക്ക് തന്നെ ആയിരുന്നു, എസ്പെഷ്യലി ആ ലാസ്റ്റ് ഓവർ, അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഓവർ. പിന്നെ ഇന്നലെ യാൻസന്റെ ലാസ്റ്റ് ഓവർ ആണെങ്കിലും മികച്ച രീതിയിലായിരുന്നു. അപ്പോൾ പഞ്ചാബ് അങ്ങനെ 10 വർഷത്തിന് ശേഷം പഞ്ചാബ് അവരുടെ പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിക്കുന്ന കാഴ്ച ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ. അങ്ങനെ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത 3 ടീമിനെയും പ്ലേ ഓഫിൽ എത്തിച്ചു എന്നുള്ളൊരു അപൂർവ റെക്കോർഡ് ഇന്നലെ ശ്രേയസ് അയ്യർ സ്വന്തമാക്കി. നമുക്കറിയാം പഞ്ചാബ് ഇത്രയും ലോലായിട്ട് ഒരുപാട് ഫാൻസ് ഉണ്ട്, അവരുടെ ഓണറുടെ സപ്പോർട്ട് കാര്യങ്ങൾ, മികച്ച സ്ക്വാഡ് പല സീസണിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും പ്ലേ ഓഫിലോട്ട് എത്താൻ എന്നുള്ളത് അവർക്കൊരു ബാലികറാമല തന്നെയായിരുന്നു. വളരെ സന്തോഷമുള്ള ഒരു കാര്യം ക്രിക്കറ്റ് ഫാൻ എന്ന രീതിയിൽ. കാരണം ഒട്ടും ഹേറ്റേഴ്സ് ഇല്ലാത്ത എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ടീമാണ് പഞ്ചാബ്. അപ്പോൾ ശ്രേയസ് അയ്യർ ചിറകിൽ ഏറി അവരിപ്പോൾ പ്ലേ ഓഫ് സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. അതും 2ാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ. RCB അവർക്ക് ഒരേ പോയിന്റാണ്, 2ാം സ്ഥാനത്താണ്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തോടുകൂടി RCBയും പഞ്ചാബും പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്, ഒപ്പം തന്നെ ഗുജറാത്തും. അപ്പോൾ ഇനിയിപ്പോൾ പ്ലേ ഓഫിലെ 4ാം സ്ഥാനക്കാർ ആരാണ് എന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. അതിപ്പോൾ ഡൽഹിയോ LSGയോ അല്ലെങ്കിൽ സാക്ഷാൽ മുംബൈ ഇന്ത്യൻസോ ആവാം. എന്തായാലും പഞ്ചാബ് ഇനിയുള്ള മത്സരങ്ങളിലും ഇതുപോലത്തെ ഒരു ഫോം തുടരട്ടെ. അപ്പോൾ അവർക്ക് കിട്ടാക്കനിയായിരിക്കുന്ന ആ ഒരു IPL കിരീടം ശ്രേയസ് അയ്യരിലൂടെ അവരിലോട്ട് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, ശ്രേയസ് അയ്യർ പഞ്ചാബിന് ഒരു കിരീടം. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡിക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഐ ബട്ടണിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുക്കുക, സമ്മാനങ്ങൾ നേടുക, നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യുക.